അസ്സലാമലൈക്കും. അതേ, ഞാൻ ഇന്നലെ പറഞ്ഞൊരു 13 വയസ്സുള്ള കൊച്ചിൻ്റെ കാര്യം. ആ കൊച്ച് മരിച്ചുപോയി. ചിലപ്പോൾ അള്ളാഹു അറിഞ്ഞുകൊണ്ട് എടുത്തതായിരിക്കും. ആ കൊച്ചിന് സ്വർഗമായിരിക്കും. 13 വയസ്സ്, നല്ലൊരു മോള്, പവൻ പോലത്തെ സൂര്യൻ ഉദിച്ച് വരുന്ന പോലത്തെ ഒരു മോള്, 13 വയസ്സ്. അള്ളാഹുവേ, ആ കൊച്ച് മരിച്ചു പോയി. ഒരു കണക്കിന് മരിച്ചാൽ നന്നായി. അത് ജീവിച്ചിരിക്കുകയെങ്കിലും മരിക്കണതിന് തുല്യമല്ലേ. ആ 13 വയസ്സുള്ള കൊച്ചിന് എത്തിയ ഒരു ദുരിതേ. എന്ത് കാപാലകരന്മാരെ. അവർക്ക് ശിക്ഷ കൊടുക്കണം. അവർക്ക് ശിക്ഷ കൊടുത്തിട്ട് സിനിമാ നടന്മാരെ മാതിരി നല്ല ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വിടാനല്ല. ഇപ്പം കണ്ട വിജയ് അവിടെ കഞ്ഞും പയറും ആക്കി ജയിലിൽ. ഇപ്പം കേരളത്തിലും അങ്ങനെ വേണം. ഇന്ത്യയിൽ ഇപ്പം രാജസ്ഥാനിലൊക്കെ എങ്ങനെയാണെന്ന് ആര് കണ്ട്? രാജസ്ഥാനിൽ ജയിലിലൊന്നും കൊണ്ടുവരണ്ടട്ടാ. അത് സൗദിയിലുള്ള മാതിരി അപ്പം തന്നെ കൊല്ലുക, ഇഞ്ചിഞ്ചായി കൊല്ലുക ചെയ്യണം. 30 പേര്. ആ ഓട്ടോറിക്ഷക്കാരനാണ് ആദ്യം. അവനക്കാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുക്കേണ്ടത്. ആ ഓട്ടോറിക്ഷക്കാരനക്ക് 13 വയസ്സ്. ഇവനക്ക് ഉമ്മയും പെങ്ങന്മാരും സഹോദരിയും മക്കളും ഒന്നും ഇല്ലേ? കൂടപ്പുറപ്പ് സ്നേഹമില്ല, ഭാര്യനെ സ്നേഹമില്ല. എന്താ ഇങ്ങനെ ആയാൽ കണ്ടിക്കണ്? തക്ക ശിക്ഷ കൊടുക്കണം കേട്ടോ. തക്ക ശിക്ഷ കൊടുക്കണം എനിക്കൊക്കെ. അയാൾ ജയിലിൽ കൊണ്ടിട്ട് ഒട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നാട്ടുകാർക്ക് വിട്ടു കൊടുക്കണം. നാട്ടുകാർ കൈകാര്യം ചെയ്യട്ടെ. എല്ലാവർക്കും ഇല്ല കുഞ്ഞുമക്കള്. എന്തൊരു മോള്. വാഹുവേ, അവൻ്റെ മക്കളും അവൻ്റെ പെങ്ങന്മാരും തള്ളയൊന്നും ഇല്ല അവനക്ക്. പെണ്ണെന്ന് പറഞ്ഞാൽ എന്തുവാ? പെണ്ണ് എന്ന് പറഞ്ഞാൽ അതിനെ ദൈവത്തെ പോലെ കാണണം. പെണ്ണില്ലെങ്കിൽ ഭൂമിയില്ല. പെണ്ണ് അമ്മയാണ്, മകളാണ്, ഭാര്യയാണ്, മുത്തശ്ശിയാണ് ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ. എന്തോരം വേദന സഹിച്ച പെണ്ണുങ്ങൾ നടക്കണം. എത്ര സഹിച്ചു ഒതുങ്ങി ഒക്കെ. ഇപ്പം അടുക്കളയിൽ തന്നെ ചെയ്താലും കാണുമോ പെണ്ണുങ്ങൾ? വീട്ടമ്മമാർ എന്തോരം ദുരിതപ്പെടണോ? അത് വല്ലതും ഉണ്ടോ ഇപ്പോഴുള്ള ആണുങ്ങൾക്ക്? എന്നാൽ ശരി. അസ്സലാമു അലൈക്കും.